അതേടാ കീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചു. എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് കട്ടിക്ക് റെസ്റ്റാണ്. ഇനി ആ റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. എനിക്കെതിരായി സാക്ഷി പറഞ്ഞ തുണിയുടെ കുടലെടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. ആഹാ, ഞാൻ പട്ടാളത്ത് പോയി പൊളിച്ച് അനന്താ ധൈര്യം പുറത്തിറങ്ങടാ. തെറ്റ് ഇന്ന് തന്നെ അവസാനമായിരിക്കും. എന്റെ ശത്രുവിനെ ഞാനൊന്ന് കുത്തിപ്പോയത് വലിയ തെറ്റായി പോയല്ലേ. ഏതാ എനിക്കെതിരായി സാക്ഷി പറഞ്ഞ നിന്നെ ഞാൻ ജീവിക്കാൻ വിടുന്നു വിചാരിച്ചോ? അറിയണോ പറ്റി? എടാ, പെണ്ണുങ്ങളെ പോലെ അകത്തൊളിച്ചിരിക്കാതെ ധൈര്യമായിട്ട് ആണുങ്ങളെ പോലെ പുറത്തിറങ്ങിപ്പാടായപ്പാ. നിക്കണവിടെ. ഓടിക്കോ ഓടിക്കോ, കീലേരി കീലേരി. നീ എത്ര കാലം ഓടടാ? ഇതാ എല്ലാരോടുമായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ഛനും പുത്തരിയല്ല. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ. എന്റെ മോനെ ഒന്നും ചെയ്യണ്ട അച്ഛൻ. എന്റെ അനന്തനെ ഒന്നും ചെയ്യല്ല. ഒന്നും ചെയ്യില്ല. കുത്തി കുടലെടുക്കുള്ളൂ കേട്ടാ. അയ്യോ സാർ, ശരി സാറിനെ അതിനോർക്കടി. അച്ഛനാണ് കീലേരി. ഇവിടെ സാറിനെ നിങ്ങളും താമസമില്ല. ഇതുവരെ രാത്രിയിലെ ശല്യം ഉണ്ടായിരുന്നുള്ളൂ. പകലുമായി പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് വായിക്കാൻ അറിഞ്ഞൂടെ? നീ ആരാണ് തന്നെ? ഞാൻ പറയടാ. ഞാൻ സാറിനെ എനിക്കറിയില്ല. സാറിനെ ചേച്ചിയെ ഞാൻ കണ്ടിട്ടില്ല. നീയൊക്കെ അവളെ ഇവിടുന്ന് കാര്യം അയച്ചോ? അല്ല. എന്താണ് നിന്റെ ജോലി? ഞാൻ മാജിക്. നേരാൻ വേണം വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോണം. കുത്തി കുടലെടുത്തലയും ഞാൻ. കൊല്ലും കൊലയും കീലേരിക്ക് പുത്തരിയല്ലടാ. പ്രൊഫസർ പേടിച്ചു പോയി. ഒരുത്തിനെ കുത്തി ജയിലിൽ പോയതാ. അടയ്ക്കല അകത്തായിരുന്നോണ്ട് ഇവിടെ ഒരു ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു. പുറത്തിറങ്ങി പിന്നെയും തുടങ്ങി. ഈ കോളനിയിൽ കീലേരി അച്ചുവിനോട് നേർക്ക് നേരെ മുട്ടാൻ ധൈര്യമുള്ളതുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരും വെല്ലുവിളിക്കാണ്. എന്നോട് കളിക്കാൻ ഏതവനെങ്കിലും നട്ടല്ലുള്ളതുണ്ടെങ്കിൽ ഇറങ്ങി വാ. കീലേരി അച്ചു ആരാന്ന് കാണിച്ചു തരാം. എടാ പട്ടാളം, ഇറങ്ങി വാടാ. ഒരുത്തനുമില്ലല്ലേ? നട്ടലുള്ള ഒരുത്തനുമില്ലല്ലേ? അച്ഛനിപ്പോ പോണ്.